Good morning to all silent family members. Today we are looking about fear and anxiety. ഫിയർ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ രണ്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഇമോഷനാണ്. അതെപ്പോഴും നമുക്ക് പല സിറ്റുവേഷനും അപ്രോപ്രിയേറ്റ് തന്നെയായിരിക്കാം. ഒരു വസ്തുവിനോടോ ഒരു ജീവിയോടോ ഒരു അവസ്ഥയോടോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭയം അതെപ്പോഴും ഒരു ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്നില്ല, ഇവിടെ ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്നതായിരിക്കാം. ചിലപ്പോൾ നേരത്തെ ഉണ്ടായ സംഭവത്തെ ഓർക്കുമ്പോഴായിരിക്കും ഒരു പേടി ഉണ്ടാകുന്നത്. ഫിയർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ അത് നമുക്ക് ആവശ്യമാണ്. കാരണം ഫിയർ ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും കരുതലുകൾ എടുക്കുന്നതും മുൻകരുതൽ എടുക്കുന്നതും നമ്മളതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതും. ബട്ട് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമുക്കൊരു ആക്ച്വൽ ത്രെഡ് ഉണ്ടായിട്ട് നമ്മളാണ് ചിലപ്പോൾ ഫിയർ ഉണ്ടാകുന്നത്, ഇമോഷൻ ഉണ്ടാകുന്നത്. അത് ആവശ്യമാണ്. ബട്ട് ആങ്സൈറ്റി എന്ന് പറയുന്നത് നമുക്കൊരു പെർസീവ്ഡ് ത്രെട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ത്രെട്ട് ഉണ്ടാകണമെന്നില്ല. ഇതിങ്ങനെ വന്നാലോ, അതങ്ങനെ സംഭവിച്ചാലോ, ഇതങ്ങനെ പോയാലോ, അവൻ വന്നില്ലെങ്കിലോ, അങ്ങനെ കുറേ ചിന്തകളാണ് നമുക്ക് ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയിലോട്ട് നമ്മളെ നയിക്കുന്നത്. ഇത് എപ്പോഴും നമുക്കൊരു പെർസീവ്ഡ് ആയിരിക്കാം, നമ്മുടെ ഭാവനകളായിരിക്കും കൂടുതലും വരുന്നത്. ഒരു ആക്ച്വൽ ത്രെട്ട് അവിടെ ഉണ്ടാകണമെന്നില്ല. അത് മാത്രമല്ല, ഈ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കിത് സംഭവിച്ചാലോ എന്നുള്ള ചിന്തകൾ കൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പല കാര്യങ്ങളും ഫ്യൂച്ചറിൽ ഇങ്ങനെ വരുമോ അങ്ങനെ വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രസൻറ്റിനെ റൂയിൻ ചെയ്യുന്നു. നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ തയ്യാറാവുകയുണ്ടാവില്ല. ബട്ട് ഫിയർ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഇൻസ്റ്റിങ്ക്റ്റായിട്ടൊരു കാര്യം ഓർക്കുമ്പോഴോ കാണുമ്പോഴോ ഉണ്ടാകുന്നതാണ്. അത് കുറച്ച് കഴിഞ്ഞ് മറ്റൊരു സാഹചര്യത്തിലോട്ട് സിങ്ക് ചെയ്യുമ്പോൾ നമുക്കത് മാറിപ്പോകാം. ഈ ഫിയർ ഉണ്ടായിട്ട് ചില ഫിയറുകളാണ് പിന്നീട് അതൊരു ആങ്സൈറ്റിയായി മാറുന്നത്. ഇതൊരു സൂപ്പർ ഇമ്പോസിങ് പോലെ ആങ്സൈറ്റി വീണ്ടും 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 ഇങ്ങനെ കിടക്കുക തന്നെ ചെയ്യും. ബട്ട് ഫിയർ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സുകൾ എടുത്തിട്ടും അല്ലെങ്കിൽ നമ്മൾ മറ്റ് പല കാര്യങ്ങളിലോട്ട് മാറുമ്പോഴും ഇത് മാറാൻ സാധ്യതയുണ്ട് ഫിയർ. ബട്ട് ആങ്സൈറ്റി എന്ന് പറയുന്നത് വ്യക്തമായി നമ്മളതിന് ഒരു ട്രീറ്റ്മെൻറ്റോ മാനേജ്മെൻറ്റോ കൊടുത്ത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. പിന്നെ ഇത് നമുക്ക് ഈ ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റും, ഇന്ന കാരണം കൊണ്ട് പേടിയുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയാൻ പറ്റും. ബട്ട് ആങ്സൈറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമുക്കൊരു സബ്ജക്റ്റീവാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ കാരണം അറിയുന്നുണ്ടാവില്ല. അത്രേ ഉള്ളൂ, പക്ഷെ എന്താണെന്ന് അറിയില്ല. അങ്ങനെ പറയുന്നത് പോലെ ഒരു സബ്ജക്റ്റീവ് നേച്ചറിലാണ് നമ്മളെപ്പോഴും ആങ്സൈറ്റി ഉണ്ടാവുക. ഇത് രണ്ടിനും സൈക്കോളജിയിൽ നമുക്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് മോഡിലൂടെയാണ് നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുക്കുന്നത്.